ഞാൻ ലത എത്തിയില്ല വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസമായിട്ടൊരു വീഡിയോ ഇടണമെന്ന് വെച്ചിട്ട് എനിക്ക് പറ്റിയില്ല ഇടാൻ. അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ. അങ്ങനെ ഞാൻ രാവിലെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ മുന്നിൽ അയ്യപ്പൻ കോവിലിൽ പോവാണ്. പൂവ് പറിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൂവൊക്കെ പറിച്ച് അമ്പലത്തിൽ പോയിട്ട് വന്നു. അപ്പോൾ അവിടെ പോയി വന്നിട്ട് വേണം എനിക്ക് ശിവൻ്റെ അമ്പലത്തിലും കൂടി പോയിട്ട് വരാൻ. അങ്ങനെ ഞാൻ അവിടെയും കൂടെ പോയി വന്നു. അവിടെ പോകുമ്പോൾ വീഡിയോ എടുത്തില്ല, മഴയായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അപ്പോൾ അവിടെ പോയി വന്നപ്പോൾ മുറ്റം നിറയെ കാക്കകളുടെ തിരക്കാണ്. അപ്പോൾ ഞാൻ വേഗം അടുക്കളയിൽ പോയി കുറച്ച് ചോറൊക്കെ എടുത്ത് അവർക്ക് കൊണ്ടു കൊടുത്തു. അവർക്കെന്നും രാവിലെ ഞാൻ ചോറ് കൊടുക്കാറുണ്ട്. ചോറില്ലാത്ത സമയത്ത് അരി കൊടുത്ത് അത് മുഴുവൻ ആ പാത്രത്തിൻ്റെ 4 ഭാഗം തെറിപ്പിച്ച് അവിടെയെല്ലാം വൃത്തികേടാക്കും. അപ്പോൾ ഞാൻ ചോറാണ് കൊടുക്കാറ്. അങ്ങനെ ആ ചോറൊക്കെ കൊടുത്ത് ഞാൻ അടുക്കളയിലേക്ക് വന്നു. അതിന് ശേഷം കാക്കൾക്ക് ചോറ് കൊടുത്തിട്ടാണ് അടുക്കളയിലേക്ക് വന്നിട്ടാണ് പിന്നെ ജോലികൾ ആരംഭിക്കാറില്ല. അല്ലെങ്കിൽ അവർ ഭയങ്കര ബഹളമായിരിക്കും. അങ്ങനെ കർട്ടനൊക്കെ വലിച്ചു നീക്കി ജോലികൾ ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുടിക്കാനുള്ള ജീരക വെള്ളവും കരിങ്കാലി വെള്ളവും വെച്ചു, കാപ്പിയും വെച്ചു. പക്ഷേ ജീരകവെള്ളം വെച്ചപ്പോൾ ഞാൻ കെറ്റിൽ വെള്ളം ചൂടാക്കിയിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിരുന്നു. പെട്ടെന്ന് ചോറിൻ്റെ വെള്ളം തിളച്ചുകൊണ്ട് വേഗം അരി അങ്ങ് കഴുകിയിട്ടു. അരി കഴുകിയിട്ട് വന്നപ്പോഴത്തേക്കും ജീരക വെള്ളം തിളച്ചു. പിന്നെ അത് കരിങ്ങാലി വെള്ളമൊക്കെ തിളപ്പിച്ച് കാപ്പിയും വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് അരി കഴുകിയിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അരി തിളച്ചിരുന്നു. അരി തിളച്ചിക്കുക മാത്രമല്ല, അരി ഇങ്ങനെ തിളച്ചിട്ട് അടച്ചു വെച്ച പാത്രത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആവി പോയി. ഗ്യാസ് അടുപ്പിലേക്ക് ഇങ്ങനെ വെള്ളം വീണതുകൊണ്ട് അടുപ്പൊക്കെ ഒരു ചുമന്ന കളറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാം. കുക്കറിൽ അരി ഇറക്കി വെച്ചതിന് ശേഷം ഉപ്പേരി വെച്ച് ടേബിൾ ചെയ്തോട്ട് അതിന് ശേഷമാണ് നാസ്ത ഉണ്ടാക്കുന്നത്. നാസ്ത ഉണ്ടാക്കാൻ ഞാൻ തലേ ദിവസം അരി അരച്ച് വെച്ചിരുന്നു. ദോശക്കുള്ള അരിയാണ് അരച്ച് വെച്ചത്. അപ്പോൾ നല്ലോണം പൊങ്ങി വന്ന് ഫ്ലഫി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഉണ്ണിയപ്പം ചട്ടിയിൽ കോരി ഒഴിച്ച് എണ്ണയില്ലാത്ത ഉണ്ണിയപ്പം ആക്കാനാണ് വിചാരിച്ചത്. പക്ഷേ കോരി ഒഴിച്ചപ്പോൾ ഞാനത് കുട്ടി വെള്ളയപ്പം പോലെ ഇങ്ങനെ ചുറ്റിച്ചെടുത്തു. അപ്പോൾ ആദ്യം അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നല്ല ക്രിസ്പിയായിട്ട് 4 ഭാഗവും വന്നിരുന്നു. അപ്പോൾ 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനെന്തിനാ ഈ കോരി ഒഴിച്ച് ചുറ്റിച്ച് ബുദ്ധിമുട്ടുന്നു. കോരി ഒഴിക്കുന്ന കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. വക്കൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അത് കുട്ടി വെള്ളപ്പമായിട്ട് നല്ല കാണാനും നല്ലൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരുന്നപ്പോൾ ചേട്ടൻ ചോദിച്ചു, നീ എന്തായാലും ചെറിയൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേറെ ഒന്നുമല്ല, ദോശമാവുകൊണ്ട് കുട്ടി വെള്ളപ്പം ഉണ്ടാക്കിയതാണെന്ന്. അപ്പോൾ നല്ലതായിരുന്നു കുട്ടി വെള്ളയപ്പവും ചട്നിയും. പക്ഷെ ഞാൻ പറയുന്നത് കുട്ടികൾക്കൊക്കെ, നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ വെറൈറ്റി ആയിട്ട് ദോശമാവ് തന്നെ ദോശയുടെ ഫലം തന്നെയാണ് ചെയ്യുക. അപ്പോൾ അത് ഓരോന്നെടുത്ത് കഴിക്കാൻ കൊടുത്താൽ നല്ലതായിരിക്കും. അതിൻ്റെ നടുക്ക് ചട്നിയോ ഇനി വേറെ വല്ല കറികളാണെങ്കിൽ അതും തേങ്ങയോ പഞ്ചസാരയോ ഒക്കെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ പാനിപൂരിയൊക്കെ കഴിക്കുന്ന ഓർമ്മയിലങ്ങ് കഴിച്ചോളും. നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. അതിന് ശേഷം അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് മുറ്റത്തേക്ക് വന്നപ്പോൾ നല്ല വെയിലായിരുന്നു, മഴയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മുറ്റത്ത് 3-4 പട്ട ഇലക്ട്രിസിറ്റിക്കാർ വെട്ടിയിട്ടത് ഷീറ്റിൻ്റെ അടിയിൽ കൊണ്ടിട്ടിരുന്നു. അപ്പോൾ മഴയൊന്നും നനഞ്ഞിട്ടില്ല. അപ്പം വെയിലുകൊണ്ട് കുറച്ച് വാടിയിട്ടുമുണ്ട്. അപ്പോൾ അതൊന്ന് വെട്ടിയിടാമെന്ന് വിചാരിച്ചിട്ട് അത് വെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആകെ ക്ഷീണിച്ചു. കാരണം രാവിലത്തെ ഭക്ഷണം കഴിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയതല്ലേ. അപ്പോൾ ചേട്ടൻ കുറച്ച് വെള്ളം കൊണ്ടുവന്നു, അതൊക്കെ ഞാൻ കുടിച്ച്. പട്ട വെട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ കുറച്ച് ഓല ഈർക്കിലി കളഞ്ഞിട്ട് ഓല മാത്രം എടുത്തിട്ട് ഒരു തെരിക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഓല കൊണ്ട് തന്നെ ചെയ്തു. അങ്ങനെ ഒരു ചെറിയൊരു തെരിക ഉണ്ടാക്കി. അപ്പോൾ തെരിക ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ വൈക്കോൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട് കുട്ടിക്കാലത്ത്. ഇപ്പം പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പം വെറുതെ എനിക്ക് വരുമ്പോൾ ടൈം പാസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 10-12 മണി വരെ അത് വെട്ടലും അതൊക്കെ വൃത്തിയാക്കലും എല്ലാം കൂടി ആയിട്ട് അങ്ങനെ സമയം പോയി. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാനെന്ത് ചെയ്തു, ഇത് അടുക്കളയിൽ കൊണ്ടുപോയി പാത്രത്തിൻ്റെ അടിയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ
അത് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. അങ്ങനെ കൊണ്ടുപോയിട്ട് കരിങ്ങാലി വെള്ളം വയ്ക്കുന്ന പാത്രത്തിൻ്റെ അടിയിലാണ് ഞാൻ കൊണ്ടുവച്ചത്. കണ്ടോ, കാണാൻ തന്നെ രസമാണ്. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഇങ്ങനെ ചെറിയ ഓരോ സാധനങ്ങൾ വാങ്ങി നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം ഞാൻ ചോറും കറിയൊക്കെ വെക്കാനുള്ള തിരക്ക്. ചോറ് വെച്ചിട്ടുണ്ട്, ഓൾറെഡി ഉപ്പേരിയും വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ ഇത് അടുക്കളയിൽ കൊണ്ടുവച്ച് പാത്രത്തിനടിയിൽ വെച്ച് പിന്നെ അടുക്കള ബാക്കി ജോലികളിലേക്ക് കടന്നു. അടുക്കള ജോലിയിലേക്ക് വന്നപ്പോൾ ഞാൻ കറി വയ്ക്കാൻ പരിപ്പും വെള്ളരിയും കൂടെ കറി വെച്ചു, മിഷീനിൽ തുണി ഇട്ടു. അതൊക്കെ കഴിഞ്ഞ് ഉപ്പേരി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമതെന്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു വഴുതന ഇരിക്കുന്നുണ്ട്, വീട്ടിലുണ്ടായ വഴുതനയാണ്. അപ്പോൾ അത് പറിച്ചിട്ട് അത് വറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വറക്കാൻ വേണ്ടി അത് മുറിച്ച് അതിൽ മസാലയൊക്കെ പുരട്ടി വെക്കുകയാണ്. അതിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വിനാഗിരി, കുറച്ച് കോൺഫ്ലവർ എല്ലാം കൂടി ആക്കിയിട്ടാണ് പുരട്ടി വെക്കുന്നത്. അത് കുറച്ച് നേരം മീൻ വറക്കുമ്പോൾ മസാലയൊക്കെ തേച്ച് വെച്ചാൽ കുറച്ച് നേരം സെറ്റായാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ചു. അങ്ങനെ അതൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. ആ പാത്രവും കഴുകാൻ നിന്നു. പാത്രം കഴുകലൊക്കെ പകുതിയാക്കിയിട്ട് നമ്മൾ ഊണ് കഴിക്കാനുള്ള ഒരു തിരക്കിലാണ്. ഊണ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഊണ് കഴിക്കുമ്പോൾ ഞാൻ തോന്നുന്നു ഞങ്ങൾ ചോറ് വയ്ക്കുന്ന പാത്രമാണത്. നാഴി അരി ചിലപ്പോൾ വെക്കണം, അല്ലെങ്കിൽ അതിൽ കുറച്ചായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ ഭക്ഷണം കൊണ്ടുവയ്ക്കുകയാണ്. ടേബിളിൽ ഭക്ഷണം കൊണ്ടുവച്ചു. ചോറ് വിളമ്പി. ചോറുണ്ടായിരുന്നു, വെള്ളരിക്ക കറി ഉണ്ടായിരുന്നു, കാബേജ് ഉപ്പേരി, വഴുതന വറുത്തത്, പപ്പടം വറുത്തത്, പിന്നെ നെല്ലി, വടക്, അച്ചാർ, എല്ലാം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഭക്ഷണം ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാനെല്ലാം വിഭവങ്ങളുണ്ടാവും. ചിലപ്പോൾ 2 തരം ഉപ്പേരി ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ദിവസമുള്ള ഒരു റൊട്ടീൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട്, എൻ്റെ വീഡിയോ ചെയ്യുന്നത് ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീൽഡ് ഒന്നും എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ ഈ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നതെന്നല്ലാതെ അതിൻ്റെ ക്വാളിറ്റി വൈസ് ഒന്നും എനിക്ക് വലിയ പിടിയില്ല. പക്ഷെ ചിലപ്പോൾ മക്കൾ വരുമ്പം പറയും അതങ്ങനെയാണ്, മിസ്റ്റേക്ക് ഉണ്ട്, ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കും. പിന്നെ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ സ്വന്തമാണ് എഡിറ്റ് ചെയ്യുന്നത്. എൻ്റെ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം, നല്ല എനിക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയുമ്പോഴല്ലേ എനിക്കത് ശരിയാക്കാനും പറ്റുള്ളൂ. ചിലപ്പം തലയുണ്ടാവില്ല, ചിലപ്പോൾ ഉടലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള വീഡിയോ വരുമ്പോൾ എനിക്ക് തന്നെ കാണുമ്പം തോന്നാറുണ്ട്. പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്കെ, ഉച്ചവരെയുള്ള എൻ്റെ ഒരു ഡെയിലി റൊട്ടീനാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഓക്കെ, എല്ലാവരുടെ കമൻറ്റും ലൈക്കും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്കെ ബൈ.